അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ശവ്വാൽ 6-ാം രാവിലെ മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നീ പുറത്ത് നൽകണേ തമ്പുരാനെ, മാപ്പ് നൽകണേ അല്ലാഹുവേ, ഹൃദയം ശുദ്ധിയാക്കി തരണേ, ഈമാന് പൂർണ്ണമാക്കി തരണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലും ത്വാഅത്തിലുമായി ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. പടച്ചോനെ, പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈറും ബറക്കത്തും നൽകണേ പടച്ചോനെ. ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ ഖൈറിലാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചൊല്ലുക, അവസാനം വരെ പങ്കെടുക്കുക, അറിയുന്നവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ് ചെയ്യുകയും വേണം. അള്ളാഹു നമുക്ക് വലിയ ഖൈർ നൽകട്ടെ. ആദ്യമായി ഇന്നത്തെ രാവിലെ മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശവ്വാൽ 6-ാം രാവിലെ മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിന്റെ സവാബിന്റെ മിസ്ർ ഇന്നത്തെ രാവിലെ മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശവ്വാൽ 6-ാം രാവിലെ മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവിടെ കർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നിന്റെ സ്വർഗം നൽകണേ അല്ലാ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 7 തവണ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാം. സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു തആല നൽകുന്നതാണ്. സൂറത്തുൽ കൗസറിലൂടെ അല്ലാഹു ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹനെ മറക്കാത്ത ഐശ്വര്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ദാരിദ്ര്യത്തെ തൊട്ട് പട്ടിണിയെ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. സൂറത്തുൽ കൗസറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കിനി ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്കൊരു തവണ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാറുകളുടെ നേതാവാണ്. അത് ചൊല്ലുന്ന ദിവസം ഒരാൾ മരണപ്പെട്ടാൽ അവന് സ്വർഗത്തിലാണെന്ന് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
اللهم أنت ربي لا إله إلا أنت خلقتني أنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي أبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അള്ളാഹുവേ, ഒരുപാട് തെറ്റ് ചെയ്തവരാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്ന റബ്ബേ, നീയല്ലാതെ പുറത്തു തരുന്ന ഒരാളില്ലല്ല അല്ലാ. ഞങ്ങൾക്കൊക്കെ നീ മാപ്പ് നൽകണേ അല്ലാ. ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 7 തവണ സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യാം. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് അടങ്ങിയ 2 ആയത്തുകളാണ്. അത് ഓതുന്ന ആളുകൾക്ക് അള്ളാഹു പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കും. ഒരുപാട് ഫലങ്ങളുള്ള, നേട്ടങ്ങളുള്ള 2 ആയത്തുകളാണ്. ആ 2 ആയത്തുകൾ 7 തവണ നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العلي العظيم. അല്ലാഹുവേ, ഈ 2 ആയത്തുകൾ 7 തവണ ഓതുന്നവർക്ക് എന്തെല്ലാം പ്രതിഫലങ്ങളാണോ, എന്തെല്ലാം നേട്ടങ്ങളാണോ നീ നൽകുന്നത്, അതെല്ലാം ഞങ്ങൾക്ക് നീ പൂർണ്ണമാക്കി നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് അഫ്ളലു ദിക്ർ ചെല്ലാം. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കബൂലാക്കണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, എല്ലാ ശർറിനെ തൊട്ടും ഞങ്ങളെ ഏവരെയും കാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 33 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുമ്പോൾ മുറാദുകൾ മനസ്സിൽ കരുതാം. മുറാദ് ഹാസിലായി കിട്ടാൻ ഫലപ്രദമായ ദിക്റാണ്. ദോഷങ്ങൾ പുറത്തു കിട്ടും, പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരും, മനസ്സിന്റെ ടെൻഷനുകൾ അല്ലാഹു മാറ്റിത്തരും. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അളീം. നാഥാ, ഞങ്ങൾക്കൊക്കെ മാപ്പ് നൽകണേ. ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ. പ്രയാസങ്ങൾ നീക്കിത്തരണേ. മനസ്സിന് റാഹത്തും കുളിർമയും നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് രക്ഷയുടെ ആയത്തായ സൂറത്ത് യാസീനിലെ ആയത്തായ ശ്രേഷ്ഠമായ ആ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് 33 തവണ ചൊല്ലാം. അള്ളാഹു നമ്മൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. നമ്മളെ പ്രവാസികളായ നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്ക് അള്ളാഹു രക്ഷ നൽകട്ടെ. യുദ്ധം അള്ളാഹു അവസാനിപ്പിക്കട്ടെ. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ 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 റഹീം. സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചോനെ,
ഈ മഹത്തായ ശ്രേഷ്ഠമായ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് മഹാന്മാര് ചൊല്ലിയ ആയത്താണ്, അവർ ചൊല്ലാൻ കൊടുക്കുന്ന ആയത്താണ്. പടച്ചോനെ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും മനസ്സിനെ അലട്ടുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാം. ഹബീബായ തങ്ങളോടുള്ള മഹബത്തോടുകൂടി അവിടുത്തെ മനസ്സിൽ വല്ലാത്തൊരു ആദരവ് കൊടുത്തിട്ട് ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. 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 അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. പഠിച്ചോനെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക. നമുക്കൊക്കെ പല സങ്കടങ്ങളുണ്ട്, പല വിഷമങ്ങളുണ്ട്, പല മുറാദുകളുണ്ട്. പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബിനോട് നമ്മൾ മനസ്സ് തുറന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകും. കുറച്ചൊക്കെ പ്രയാസം ജീവിതത്തിലുണ്ടാവും. ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു ക്രമേണയായിട്ട് മാറ്റിത്തരും. നമ്മൾ ചെയ്യുന്ന ദുആ കാരണം നമുക്ക് എന്തെങ്കിലും ഷെർ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഷെർ ഈ ദുആന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തട്ടി മാറ്റിത്തരും. ഒരിക്കലും മുഅ്മിനായ മനുഷ്യന്റെ പ്രാർത്ഥന വെറുതെ ആവൂലല്ലോ. നമ്മൾ ആമീൻ വെറുതെ ആവൂല, ഞാൻ ദുആ പ്രാർത്ഥനയും വെറുതെ ആവൂല. ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹാബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതും ഓതിയതുമെല്ലാം സ്വീകരിക്കണേ. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് അതിന്റെ സവാബിന്റെ മിസ്ലെത്തിക്കണേ. എല്ലാ അംബിയ മുർസലീങ്ങളുടെയും റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെയും ഔലിയാക്കന്മാരുടെയും ഉലമാക്കളുടെയും ശുഹദാക്കളുടെയും ഞങ്ങളുടെ ഗുരുവര്യന്മാരുടെയൊക്കെ ഹളർ അർവാഹിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ദറജ ഉയർത്തണേ റഹ്മാനെ. ഈ ശവ്വാലിൽ മരണപ്പെട്ടു പോയ വഫാത്തായ ഒരുപാട് മഹത്തുക്കളുണ്ട്, അവരുടെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ മദതും നുസ്റത്തും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചോനെ, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ സ്വലാത്തിന്റെ സൂറത്തിന്റെ ആയത്തുകളൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ തെറ്റുകളൊക്കെ മാപ്പാക്കണേ റബ്ബേ. ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. മുസ്ലിമായിട്ടല്ലാതെ ഞങ്ങൾ ആരെയും മൗത്താക്കരുതേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഖാലിസായ നിഷ്കളങ്കമായ തൗബ ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലും ത്വാഅത്തിലുമായി ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ.
ഞങ്ങളുടെ പ്രയാസങ്ങൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് പ്രയാസമുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട് പഠിച്ചോനെ. അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തരണേ, ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ മനസ്സിന് റാഹത്ത് നൽകണേ, മനസ്സിന് സന്തോഷം നൽകണേ മനസ്സിന് ടെൻഷനാക്കുന്ന, മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും ഞങ്ങൾക്കിനി സലാമത്ത് നൽകണേ പടച്ചോനെ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ മക്കളുടെ ജോലിയിൽ, ഞങ്ങളുടെ ഭർത്താവിൻ്റെ ജോലിയിൽ, ഉപ്പയുടെ ജോലിയിൽ, സഹോദരങ്ങളുടെ ജോലിയിലൊക്കെ നീ ബറക്കത്ത് നൽകണേ, അഭിവൃദ്ധി നൽകണേ, നിന്നെ മറക്കാത്ത ഐശ്വര്യം ഞങ്ങൾക്ക് നൽകണേ തഖ്വ നൽകണേ റബ്ബേ, ഇബാദത്തിൽ ആവേശം നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് ഒരുപാട് തവണ ഭാഗ്യം നൽകണേ. ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് ഹജ്ജിന്റെ അമലുകളെല്ലാം പൂർണ്ണമായ രൂപത്തിൽ തഖ്വയോടെ ആഫിയത്തോടെ ചെയ്യാൻ തൗഫീഖ് നൽകണേ വരും വർഷങ്ങളിൽ ഞങ്ങൾക്കും അതിന് ഭാഗ്യം നൽകണേ പടച്ചോനെ. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ, ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ സാഹിരീങ്ങളുടെ സിഹറിനെ തൊട്ട്, ആയിനീങ്ങളുടെ കണ്ണേറിനെ തൊട്ട്, ഹസദീങ്ങളുടെ അസൂയയെ തൊട്ട്, ഫിത്തനയുണ്ടാക്കുന്നവരുടെ ഫിത്തനയെ തൊട്ടൊക്കെ ഞങ്ങളെ കാക്കണേ, ഞങ്ങളുടെ കുടുംബത്തെ കാക്കണേ ഞങ്ങളെ പ്രവാസികൾക്ക് ഇനി നിർഭയത്വവും സംരക്ഷണവും നൽകണേ അവരെ ജോലിയിൽ ബറക്കത്ത് നൽകണേ. ജോലിയില്ലാത്ത ഒരുപാട് പേരുണ്ട്, പലരും ദുആ കൊണ്ട് വസിയതിട്ടുണ്ട്. ഹൈറായ ജോലി പെട്ടെന്ന് നൽകണേ വിളിച്ചോനെ. വീടില്ലാത്തവരുണ്ട്, വാടക വീട്ടിൽ വർഷങ്ങളായി താമസിക്കുന്നവരുണ്ട്, വല്ലാത്ത ആഗ്രഹമാണ് സ്വന്തമായി വീടുണ്ടാവാൻ. അള്ളാഹുവേ നീ പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഒരു ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. റബ്ബേ എത്രയും പെട്ടെന്ന് അവർക്ക് ഹൈറായ ഒരു ദാമ്പത്യ ജീവിതം നൽകണേ മക്കളില്ലാതെ വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ റബ്ബേ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, റാഹത്ത് നൽകണേ, സുഖപ്രസവം നൽകണേ റഹ്മാനെ. പടച്ചോനെ അള്ളാഹുവേ, ഞങ്ങളെ ഒരു ഫിത്തനയിലും പെടുത്തല്ലേ, ഞങ്ങളെ മക്കളെ ഒരു ഫിത്തനയിലും പെടുത്തല്ലേ. അവരുടെ പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് ആരുടെ മണ്ണിൽ. അള്ളാഹുവേ, അവിടെ ഹദറത്തിലേക്ക് ഞങ്ങളിവിടെ ചൊല്ലി ഇതിന്റെ സവാബിനെ മിസിലെത്തിക്കണം. ഇത് അവർക്ക് ഖബറിൽ ആശ്വാസമുള്ള അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് അവർക്ക് ഞങ്ങൾക്ക് നൽകണേ അർശിന്റെ തണൽ നൽകണേ റഹ്മാനെ. പഠിച്ചോനെ, വല്ല ഷർറു ഞങ്ങളുടെ ജീവിതത്തിന് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ, ആയത്തുകളുടെ, സൂറത്തുകളുടെ ബറക്കത്ത് കൊണ്ട്, മേൽ പറയപ്പെട്ട മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നീ തട്ടി മാറ്റണേ ഞങ്ങൾ ആരെയും പരാജിതരിൽ പെടുത്തല്ല നാഥാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. آمين.